അല്പമല്ല ഭുജിക്കുന്നു. കുഞ്ചൻ നമ്പ്യാരുടെ പഞ്ചേന്ദ്രോപാഖ്യാനം പറയന്തുള്ളിലിൽ നിന്നുള്ള ഒരു ഭാഗമാണ് അല്പമല്ല ഭുജിക്കുന്നു എന്ന് പറയുന്ന പാഠഭാഗം. നമുക്കറിയാം, കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ്. 3 തരത്തിലുള്ള തുള്ളലുണ്ട്: ഓട്ടംതുള്ളൽ, ശീതങ്കൻ തുള്ളൽ, പറയന്തുള്ളൽ. ഇതെല്ലാം നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഫലിതം, പരിഹാസം, സാമൂഹിക വിമർശനം, ഇതാണ് നമ്പ്യാർ കവിതകളുടെ പ്രത്യേകത. അതിൽ തമാശ കലർത്തിയുള്ള അവതരണമാണ് കുഞ്ചൻ നമ്പ്യാരുടെ കൃതികൾ ഇത്രയും അധികം ജനപ്രിയമാവാനുള്ള കാരണം. പിന്നെ കേരളീയത അദ്ദേഹത്തിൻ്റെ കൃതികളിലെ മറ്റൊരു പ്രത്യേകതയാണ്. ഇപ്പോൾ കഥ നടക്കുന്നത് ദ്വാരകയിലോ വിദർഭയിലോ ഹസ്തിനപുരിയിലോ എവിടെയോ ആയിക്കൊള്ളട്ടെ, അതിലെ പശ്ചാത്തലം എന്ന് പറയുന്നത് കേരളമായിരിക്കും. ഇപ്പോൾ പാഞ്ചാലിയുടെ വിവാഹ വർണ്ണന, അല്ലെങ്കിൽ സീതാ സ്വയംവരം, രുക്മിണി സ്വയംവരം, ഇതൊക്കെ നടക്കുന്നത് അമ്പലപ്പുഴയിലോ തിരുവനന്തപുരത്തോ ഒക്കെ വെച്ചായിരിക്കും. അങ്ങനെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അങ്ങനെ പുരാണ കഥാപാത്രങ്ങളെ സാധാരണ സ്ത്രീ പുരുഷന്മാരായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഷ ലളിതമാണ്. സാധാരണക്കാരന് പോലും മനസ്സിലാകുന്ന ഭാഷയിലാണ് അദ്ദേഹത്തിൻ്റെ ഓരോ കൃതികളും ഉള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ ഇത്രയും ജനപ്രിയമാവാനുള്ള കാരണവും. കല്യാണ സൗഗന്ധികം, ശീതങ്കൻ തുള്ളലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൃതി. കൂടാതെ സ്യമന്തകം, രുക്മിണി സ്വയംവരം, സന്താനഗോപാലം, ധ്രുവചരിതം, ഗണപതി പ്രാതൽ, സഭാപ്രവേശം തുടങ്ങിയ ഒത്തിരി കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പഞ്ചേന്ദ്രോപാഖ്യാനം പറയന്തുള്ളലാണ് നമുക്ക് പഠിക്കാനുള്ളത്. പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിൻ്റെ കഥ എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. പണ്ട് ഇന്ദ്രസേന എന്ന് പറയുന്ന ഒരു ദേവദാസി ഉണ്ടായിരുന്നു. അവൾ ശിവനെ ധ്യാനിച്ചുകൊണ്ട് ഒരുപാട് കാലം കഠിനമായ തപസ് ചെയ്യുകയായിരുന്നു. ഒടുവിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ടു. ശിവൻ പറഞ്ഞു, നിനക്ക് എന്ത് വരം വേണമെങ്കിലും എന്നോട് ചോദിക്കാമെന്ന്. അപ്പോൾ ഇന്ദ്രസേന പറഞ്ഞു, എനിക്ക് ഭർത്താവ് ഉണ്ടാകണം. അത് ഒറ്റ തവണ പറഞ്ഞാൽ പോരെ. പക്ഷേ ഇന്ദ്രസേന എന്ത് ചെയ്തു? എനിക്ക് ഭർത്താവ് ഉണ്ടാകണം, എനിക്ക് ഭർത്താവ് ഉണ്ടാകണം, എനിക്ക് ഭർത്താവ് ഉണ്ടാകണം എന്ന് 5 തവണ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ശിവൻ പറഞ്ഞു, എന്നാൽ നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടാവട്ടെ എന്ന് വരം കൊടുത്തു. ഇന്ദ്രസേന കുടുങ്ങി. അവൾ പറഞ്ഞു, എനിക്ക് 5 ഭർത്താക്കന്മാരൊന്നും വേണ്ട, ഉത്തമനായ ഒരു ഭർത്താവ് മതി എന്ന് അഭ്യർത്ഥിച്ചു. പക്ഷെ കൊടുത്ത വരം ശിവന് തിരിച്ചെടുക്കാനും പറ്റില്ല. ഇന്ദ്രസേന നിന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ ശിവൻ പറഞ്ഞു, നീ ആ ഗംഗാനദിയിലൊന്ന് ഇറങ്ങി പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ദ്രസേന ഗംഗാനദിയിലിറങ്ങി മുട്ടോളം വെള്ളത്തിൽ നിന്ന് കരഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അവളുടെ കണ്ണുനീരിങ്ങനെ ഗംഗാനദിയിൽ വീണ് ആ കണ്ണുനീർ തുള്ളികൾ എന്തായി മാറി? താമരപ്പൂക്കളായി മാറി ഇങ്ങനെ ഒഴുകി ഒഴുകി പോവുകയാണ്. ഈ താമരപ്പൂക്കൾ ഇങ്ങനെ ഒഴുകി പോകുന്നത് ആര് കാണാനിടയായി? നമ്മുടെ ദേവേന്ദ്രൻ കാണാനിടയായി. അദ്ദേഹം അത്ഭുതപ്പെട്ടു. എവിടെ നിന്നാണ് ഇത്രയധികം താമരപ്പൂക്കൾ ഇങ്ങനെ ഒഴുകി വരുന്നത്? ദേവേന്ദ്രൻ ഈ താമരപ്പൂക്കളുടെ ഉറവിടം തേടി ഇങ്ങനെ വന്നു. അപ്പോഴാണ് അവിടെ ആര് നിന്ന് കരയുന്നത്? നമ്മുടെ ഇന്ദ്രസേന നിന്ന് കരയുന്നത്. ഇന്ദ്രസേനയെ കണ്ടതും ദേവേന്ദ്രന് ഇഷ്ടമായി. ദേവേന്ദ്രൻ അവളെയും കൂട്ടി ഹിമാലയ സാനുക്കളിലേക്ക് യാത്രയായി. അപ്പോഴാണ് ഇവരെ ഒന്ന് പരീക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ശിവനും പാർവതിയും എന്ത് ചെയ്തു? വേഷം മാറി വഴിയിലിങ്ങനെ ചൂത് കളിക്കാനിരുന്നു. വേഷം മാറിയ ശിവൻ ദേവേന്ദ്രനോട് ചോദിച്ചു, എന്തിനാ ഈ വഴിക്ക് ഇങ്ങോട്ട് വന്നത്? അത് ദേവേന്ദ്രന് അത്ര ഇഷ്ടമായില്ല. അപ്പോൾ ദേവേന്ദ്രൻ പറയുന്നത്, ഞാൻ ദേവേന്ദ്രനാണ് എന്നൊക്കെ അഹങ്കാരത്തോടു കൂടി ശിവന് മറുപടി പറഞ്ഞു. അങ്ങനെ 2 പേരും തമ്മിൽ വളരെയധികം കലഹമായി. ആ കലഹത്തിൽ അവസാനം ആര് തോറ്റു? നമ്മുടെ ഇന്ദ്രൻ തോറ്റു. അങ്ങനെ ശിവൻ തൻ്റെ ശക്തി ഉപയോഗിച്ച് മറ്റ് 4 ഇന്ദ്രന്മാരെയും അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തി. അങ്ങനെ ദേവേന്ദ്രന് മനസ്സിലായി, ഇത് നിസ്സാരക്കാരനല്ല എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്, സാക്ഷാൽ പരമശിവൻ തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ ശിവൻ വരം നൽകുകയാണ്, ഈ 5 ഇന്ദ്രന്മാരും പാണ്ഡുവിൻ്റെ പുത്രന്മാരായിട്ട് ഭൂമിയിൽ ജനിക്കും. അവരുടെ ഭാര്യയായി ഇന്ദ്രസേനയും വരും. മഹാഭാരത കഥ എല്ലാവർക്കും അറിയാമല്ലേ? അതിലെ പഞ്ചപാണ്ഡവരെ അറിയാമല്ലേ? പാണ്ഡുവിൻ്റെ പുത്രന്മാരായിട്ടുള്ള യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ, അങ്ങനെ ആ 5 പുത്രന്മാർ പാണ്ഡവന് ഉണ്ടായി. ഇന്ദ്രസേനയോ ദ്രുപദ രാജാവിൻ്റെ മകളായി പാഞ്ചാല രാജ്യത്ത് ജനിക്കുകയും ചെയ്തു. ദ്രുപദൻ്റെ പുത്രിയായതുകൊണ്ടാണ് ദ്രൗപദി എന്നും, പാഞ്ചാല രാജ്യത്ത് ജനിച്ചതുകൊണ്ടാണ് പാഞ്ചാലി എന്ന പേരും അവൾക്ക് ഉണ്ടായത്. അങ്ങനെ അവൾ പാണ്ഡവരുടെ ഭാര്യയായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ പാഞ്ചാലി പാണ്ഡവരുടെ ഭാര്യയായി മാറുന്ന ആ വിവാഹവേളയിൽ നടക്കുന്ന സദ്യവട്ടമാണ് നമുക്ക് പഠിക്കാനുള്ള അല്പമല്ല ഭുജിക്കുന്നു എന്ന് പറയുന്ന പാഠഭാഗത്തിലുള്ളത്. പഞ്ചേന്ദ്രോപാഖ്യാനം പറയന്തുള്ളലിലെ ഒരു ഭാഗം. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. തുടക്കത്തിൽ 2 വരി കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ഒന്നും വേണ്ട, കൊറ്റിലൊരിത്തിരി ഒത്താൽ മതിയേ മതി. ഇവിടെ എന്താണ്? നമുക്ക് ജീവിക്കാൻ ഒത്തിരി ഭക്ഷണമൊന്നും വേണ്ട.
ഇത്തിരി മാത്രം മതി അല്ലേ? ഓരോ മനുഷ്യനും ഓരോ രീതിയിലാണ് ഭക്ഷണം കഴിക്കുന്നത്. പക്ഷെ നമുക്ക് ജീവിക്കാൻ ഇത്തിരി ഭക്ഷണം മതി എന്നുള്ളൊരാശയമാണ് ഈ വരികളിൽ വരുന്നത്. പാഠഭാഗത്തിലേക്ക് കിടക്കാം. നല്ല ചോറും നല്ല നെയ്യും നല്ല നേന്ത്രപ്പഴക്കായും നല്ല വണ്ണൻ പഴം കണ്ണൻ പഴം കാളിപ്പഴം നല്ല പഞ്ചസാര കുളം തേനും പപ്പടങ്ങൾ പല കൂട്ടം ഇഞ്ചി മാങ്ങ നല്ല നാരങ്ങാക്കറി വേപ്പിലക്കട്ടി പരിപ്പും പച്ചടിച്ചാറും കരിമ്പിൻ നീർ നല്ല പാലും തരുമ്പും സംശയമെന്നേ വിളമ്പുന്നു വേണ്ടുവോളം വറുത്തുപ്പേരികൾ നല്ല ശർക്കര ഉപ്പേരിയും നല്ല ചെറുതുമ്പപ്പൂവിനൊക്കും വെളുത്തുപ്പും വിളമ്പുന്നു എരിശ്ശേരി 4 കൂട്ടം പ്രഥമനങ്ങ് 5 കൂട്ടം പുളിശ്ശേരി 2 കൂട്ടം തൈര് മോര് എന്നു വേണ്ട പപ്പടം പപ്പടമെന്നും പഴമെന്നും ഗുളമെന്നും പച്ചടി പച്ചടിയെന്നും പരിപ്പെന്നും ഒരു ഘോഷം അല്പമല്ല ഭുജിക്കുന്നു കഴുത്തോളം പൂർണ്ണമായി അപ്പുറത്തു കവിഞ്ഞാലും തൃപ്തിയില്ല ചിലർക്കെല്ലാം. വളരെ മനോഹരമായിട്ടാണല്ലേ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ പാഞ്ചാലി സ്വയംവരത്തിലെ സദ്യയുടെ വിശേഷങ്ങളാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. കുറേയധികം വിഭവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, വിളമ്പുന്നവരുടെ കൊതിയെക്കുറിച്ച് പറയുന്നുണ്ട്, അവരുടെ ധൃതിയെക്കുറിച്ച് പറയുന്നുണ്ട്, ഭക്ഷണപ്പുരയിലുള്ള ബഹളങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവയൊക്കെ മനോഹരമായിട്ട് തന്നെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ എത്ര കഴിച്ചാലും കഴുത്തോളം പൂർണ്ണമായി കഴിച്ചാലും മതിയാവാത്ത മനുഷ്യരെ കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെ വിഭവങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നല്ല ചോറ്, നല്ല നെയ്യ്, നല്ല നേന്ത്രക്കായ, നല്ല വണ്ണത്തിലുള്ള പഴങ്ങൾ, കണ്ണമ്പഴം, കാളിപ്പഴം, പഞ്ചസാര കുളം എന്ന് വെച്ചാൽ ഉണ്ടൻ ശർക്കരയെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ തേന്, പപ്പടങ്ങൾ പല കൂട്ടമുണ്ട്, ഇഞ്ചി മാങ്ങ, നല്ല നാരങ്ങക്കറി, വേപ്പിലക്കട്ടി എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഔഷധ കൂട്ടാണ് കേട്ടോ. ഈ കറിവേപ്പിലയൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന സദ്യക്കൊക്കെ വിളമ്പുന്ന ഒരു സംഭവമാണ്. പരിപ്പ്, പച്ചടിച്ചാറ്, കരിമ്പിൻ നീര്, നല്ല പാല്, അങ്ങനെ ഒത്തിരി വിഭവങ്ങൾ ഇങ്ങനെ വിളമ്പിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. കൂടാതെയോ വറുത്തുപ്പേരികളുണ്ട്, നല്ല ശർക്കര ഉപ്പേരിയുണ്ട്, നല്ല ചെറു തുമ്പപ്പൂവിനെ പോലെ വെളുത്ത ഉപ്പും വിളമ്പുന്നുണ്ട്. ഇവിടെ ഉപ്പിനെ തുമ്പപ്പൂവിനോട് സാമ്യപ്പെടുത്തിയിരിക്കുകയാണ് അതിൻ്റെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ. പിന്നെയോ 4 കൂട്ടം എരിശ്ശേരിയുണ്ട്, പ്രഥമൻ 5 കൂട്ടമുണ്ട്, പുളിശ്ശേരി 2 കൂട്ടമുണ്ട്, തൈര് മോര് എന്നു വേണ്ട എല്ലാ വിഭവങ്ങളും അവിടെയുണ്ട്. അടുത്ത വരികൾ ശ്രദ്ധിക്കുക. പപ്പടം എന്ന് ചില ആൾക്കാർ വിളിച്ചു പറയുന്നുണ്ട്. നമുക്കറിയാമല്ലേ ഒരു സദ്യക്ക് പോയാൽ എന്തൊക്കെ ബഹളങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു വശത്ത് പപ്പടം എന്ന് പറയുമ്പോൾ ഒരു വശത്ത് എന്താണ് രസം എന്ന് പറയും, ഒരു വശത്ത് സാമ്പാർ എന്ന് പറയും. അത് ആ ഒരു ബഹളമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പപ്പടം എന്ന് പറയുന്നുണ്ട്, പഴം എന്ന് പറയുന്നുണ്ട്, ഗുളം എന്ന് പറയുന്നുണ്ട്, പച്ചടി എന്നൊക്കെ ആൾക്കാർ വിളിച്ചു പറയുന്നുണ്ട്. പിന്നെ പരിപ്പ് വേണം, അങ്ങനത്തെ ഒരു ആഘോഷമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ആൾക്കാരോ വയറ് വാടകയ്ക്കെടുത്ത് വന്നിരിക്കുകയാണല്ലേ. അല്പമല്ല ഭുജിക്കുന്നത്, കുറച്ചൊന്നുമല്ല അവർ കഴിക്കുന്നത്, പിന്നെയോ കഴുത്തോളം കഴിക്കുകയാണ്. വെറുതെ കിട്ടണമല്ലേ. കഴുത്തോളം നിറഞ്ഞാലും പിന്നെയും വേണം എന്ന് പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര കഴിച്ചാലും ചിലർക്ക് എന്താണ് തൃപ്തിയാവുന്നില്ല, വീണ്ടും കഴിക്കുകയാണ്. ഇവിടെ ഭക്ഷണത്തോടുള്ള ആർത്തി അല്ലെങ്കിൽ കൊതി, പൂർണ്ണമായും കഴിച്ചാലും മതിയാകാത്ത മനുഷ്യർ, ഇവരെയൊക്കെ കളിയാക്കിയാണ് കുഞ്ചൻ നമ്പ്യാർ ചെയ്യുന്നത്. ഒരു ഭക്ഷണപ്പുരയിൽ ഉണ്ടാകുന്ന ബഹളങ്ങൾ അതിമനോഹരമായി അവതരിപ്പിച്ച് കൊണ്ട് തന്നെ മനുഷ്യരുടെ ഭക്ഷണത്തോടുള്ള ആർത്തിയെയും ഇവിടെ കണക്കറ്റ് പരിഹസിക്കുന്നുണ്ട്. മനുഷ്യരുടെ ഭക്ഷണത്തോടുള്ള ആർത്തിക്ക് നേരെ തുറന്നു പിടിച്ച ഒരു കണ്ണാടിയായിട്ട് ഈ പാഠഭാഗത്തെ നമുക്ക് കണക്കാക്കാം.